നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പാഴ്സൽ ലോറി ഇടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ ട്രെയിൻ വരുന്നതിന് മുന്നോടിയായി റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴായിരുന്നു സംഭവം. റെയിൽവേ ഗേറ്റ് തകരാറിലായതോടെ ഓട്ടുപാറ വാഴാനി പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. RPF മേൽ നടപടികൾ സ്വീകരിച്ചു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിൽ ഒരു മേൽപ്പാലം സ്ഥാപിച്ച് യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപടികൾ കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശവാസികൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ആശ്രയിച്ചിരുന്നത് പുതൂർക്കുളത്തിനെയാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിനും നീന്തൽ മത്സരങ്ങൾക്കും കുളം ഉപയോഗിച്ചിരുന്നു. പടവുകളോടുകൂടിയുള്ള കുളിക്കടവും സംരക്ഷണ ഭിത്തിയും ഉണ്ടായിരുന്ന കുളം മണ്ണിടിഞ്ഞു വീണും ചണ്ടിമൂടിയും ഉപയോഗശൂന്യമായിരിക്കുകയാണ്. വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ജീവന ഭീഷണിയായി ചെറുതുരുത്തി പുതുശ്ശേരിയിലെ സോളാർ ഹൈമാസ്റ്റ് ലൈറ്റ്. പുതുശ്ശേരി SNTTI സ്കൂളിന് മുന്നിൽ ലക്ഷങ്ങൾ ചെലവിട്ട് MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച സോളാർ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായി തുരുമ്പെടുത്ത് നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്. അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത് നാട്ടുകാർക്കും അംഗൻവാടി കുട്ടികൾക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കും ഒരുപോലെ ദുരിതമാകുന്നു. പരാതിപ്പെട്ടിട്ടും അധികൃതർ മൗനത്തിൽ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡാണ് നിർമ്മാണത്തിലെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ റോഡ് തോടായി മാറിയത്. പ്രതിഷേധവുമായി നാട്ടുകാർ.